ഹലോ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിൽ തൂക്കാനും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുമായിട്ട് നമുക്കൊരു ക്രിസ്മസ് സ്റ്റാർ തന്നെ ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാൻ A4 പേപ്പറിൽ ഇങ്ങനെ ഒരു സമചതുര കട്ട വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് ഭാഗം ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഈസി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പറയുന്ന പോലെ മടക്കണം. ഇനി ഇത് നിവർത്തുക. ഈ ഭാഗം ചെയ്ത പോലെ അപ്പുറത്തെ ഭാഗവും ഇതുപോലെ നടുക്കിലേക്ക് മടക്കണം. ഇനി ഈ മുകളിൽ നിൽക്കുന്ന ഭാഗം കറക്റ്റ് ഈ ലൈനിലായി തന്നെ താഴേക്ക് മടക്കണം. ഇനി ഇത് ഈ ഒരു ഭാഗം ഈ ലൈനിലേക്ക് മടക്കണം. അങ്ങനെ മറ്റേ ഭാഗവും മടക്കണം. എന്നിട്ട് ഇത് നിവർത്തിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പശ തേക്കണം. ഇതും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മടക്കണം. ഇത് നന്നായി ഉണങ്ങിയിട്ടേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും. ഇവിടെ പിടിച്ചിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ടും കൈ വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ ഒന്ന് കറക്റ്റ് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ഭാഗം പറയുന്നത്. ഇതുപോലെ ഞാൻ വേറൊരു പേപ്പറിൽ കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ പേപ്പറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ 5 പേപ്പറുകളാണ് ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തത്. ഇനിയാണ് നമ്മളുടെ സ്റ്റാർ മേക്കിംഗ് തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ മടക്കിയപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും, മടക്കിയതിൻ്റെ പാട് പോലെ. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പശ തേക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ ഒരു പേപ്പർ നമ്മൾ മടക്കി വെച്ചത് തന്നെ വെക്കണം. അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും തേക്കാൻ പാടില്ല, കാരണം അങ്ങനെ നമ്മൾ തേക്കുകയാണെങ്കിൽ ഈ സ്റ്റാറിൻ്റെ പ്രൊജക്ഷൻ പോവും. അതേ പ്രോസസ്സ് തന്നെ ബാക്കിയുള്ളതിനും റിപ്പീറ്റ് ചെയ്ത് പോവുക. ഞാനിപ്പോൾ നമ്മൾ മുമ്പ് കണ്ട അതേ പ്രോസസ്സിൽ തന്നെ ഒട്ടിച്ചിട്ട് ഈ 5 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ശേഷം ഇത് പതുക്കെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക.
വിടർത്തിയിട്ട് ഈ അറ്റത്തുള്ള രണ്ടെണ്ണത്തിൽ ഈ ഭാഗത്തായിട്ട് പശ തേച്ചിട്ട് ഇത് കൂട്ടി ഒട്ടിക്കണം. അപ്പം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിയാൽ നേരെ നിൽക്കും. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അതൊക്കെ നല്ല വിടർത്തി കൊടുത്തിട്ട് വേണം വെക്കാൻ. ഞാൻ ഈ ചെറിയ സ്റ്റാറിൻ്റെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇതും. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമചതുരത്തിൻ്റെ നീളവും വീതിയിലും വർധനവ് വരുത്തിയാൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാറുകൾ വലുതാക്കിയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.